സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാം. MC എവിടെ പോയി? ഇല്ലയോ MC? ഓൺ ചെയ്യാൻ ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ വെസ്റ്റേജ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ലീഡേഴ്സ്. എൻ്റെ പേര് ഷമീമ ഹനീഫ. ഞാൻ മൂവാറ്റിൽ നിന്ന് വരുന്നു. ഇന്നിവിടെ എല്ലാ വ്യാഴാഴ്ചയും 8:30 നടക്കാൻ പോകുന്ന സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ വെൽനസ് ക്ലാസ്സിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ടീമാംഗങ്ങളെ വിളിക്കാൻ ശ്രമിക്കുക, റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒരു ബുക്കും പേനയായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോളജുകളാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്ലാസ്സിൽ കിട്ടുന്നത്. എല്ലാം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒരുപാട് നോളജുള്ള, വളരെയധികം ആപ്റ്റായിട്ടുള്ള നമ്മുടെ അച്ചുസാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി അച്ചുസാരിനെ ഈ ഒരു സെക്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹാപ്പി വെൽക്കം സർ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫാമിലി മെമ്പേഴ്സ്. ഓഡിയബിൾ ആണല്ലോ? വീഡിയോ മോഡ് ആണല്ലോ അല്ലേ? യെസ് സർ. യെസ്, താങ്ക് യു ഷമി മാഡം, വളരെ നന്നായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? ആർ യു റെഡി? യെസ്, മുംതാസ് മാം വെൽക്കം. താങ്ക് യു സോ മച്ച്. സുനിൽ സർ, താങ്ക് യു. യെസ്, മെസ്സേജ് ഫാമിലി മെമ്പേഴ്സ്, ഞാൻ എന്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വെസ്റ്റേജ് ബ്രാൻഡ് അംബാസിഡേഴ്സ്, വെൽക്കം ടു സ്പെഷ്യൽ വെൽനസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വളാഞ്ചേരി DLCPയും മറ്റ് കേരളത്തിലെ എല്ലാ DLCPയും അതുപോലെ തന്നെ മിനി DLCP മാനേജ്മെന്റിനും ഓപ്പറേഷൻസ് വിഭാഗവും നമ്മുടെ എല്ലാ ഓപ്പറേഷൻ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനും, അതിനോടൊപ്പം തന്നെ നമുക്ക് വണ്ടർഫുൾ ആയ അവസരം, വളരെയധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മുന്നിലും നമുക്ക് തികച്ചും സാധാരണക്കാരനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ വെസ്റ്റേജ് മാനേജ്മെന്റിനോടും, നല്ല പ്രോഡക്റ്റ് നമുക്ക് തരുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിനോടും, അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചി ബ്രാഞ്ച് ഹെഡ് ആയിട്ടുള്ള ജിനീഷ് സാറും, സോണൽ സെയിൽസ് മാനേജർ അശോക് സാറും, നമ്മുടെ പ്രിയപ്പെട്ട ASM വിഷ്ണു സാറും, എല്ലാ DUCD, UCD, ക്രൗൺ, ഡയമണ്ട് ആൻഡ് എബോ ലീഡേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉള്ളത് നമ്മുടെ DCT സുധീഷ് മാർനാട് സാറ്, വളാഞ്ചേരി DLCP സലീന മാഡം, അതോടൊപ്പം തന്നെ എന്നെ വെസ്റ്റേജുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ഡയറക്ടർ കൂടിയായിട്ടുള്ള എന്റെ അപ്ലൈൻ കൃഷ്ണ സാറിനും, എല്ലാ ടീം മെമ്പേഴ്സിനും, വെസ്റ്റേജ് ഫാമിലി മെമ്പേഴ്സിനും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യണം. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാം. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുണ്ട്. നമ്മുടെ ഓരോരുത്തർക്കും ഒരു നിമിഷം അവരെ സ്മരിക്കാം. കാരണം ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു അവസരമാണ്. നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരല്പം വൈകിയ വേളയിലാണെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മളെ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ആ ഒരു സെഷൻ 1 മണിക്കൂർ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സിന്, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആയിട്ടുള്ള, വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനി ആയിട്ടുള്ള വെസ്റ്റേജിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം, ഒരിക്കലും ഒരു കമ്പാരിറ്റീവ്ലി എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, അത്രയും നല്ല ഒരു പ്രോഡക്റ്റിനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആർക്കൊക്കെ ആരോഗ്യം വേണം? വെറുതെ ആരോഗ്യമല്ല കേട്ടോ, ഞാൻ ഇന്നൊരു ചോദ്യത്തിലൂടെയൊക്കെയാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ആരോഗ്യം ആർക്കൊക്കെ വേണം? രചന മേഡത്തിന് ചിരി വരുന്നുണ്ട്, ആരോഗ്യം വേണമെന്ന് ചോദിച്ചപ്പോ.
ആരോഗ്യം വേണം അല്ലേ? പക്ഷെ ആരോഗ്യം, വൈറ്റാലിറ്റി, എന്താണ് ഒരു വൈറ്റാലിറ്റി? ഇതിലൊരു വൈറ്റാലിറ്റി കാണുന്നുണ്ട് അല്ലേ? ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി. എന്താണ് വൈറ്റാലിറ്റി? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം. ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ റിന്യൂ, അല്ലെങ്കിൽ പുതുക്കുക, റീചാർജ്. നമ്മൾ എന്താണ് മൊബൈലൊക്കെ റീചാർജ് ചെയ്യും, ഫോണൊക്കെ ചാർജ് ചെയ്യുന്നു അല്ലേ? അതുപോലെ നമുക്ക് ചാർജ് ചെയ്യാം, റിവൈവ്, പുനരുജ്ജീവിപ്പിക്കുക, നമ്മളെ തന്നെ പഴയ നമ്മളായി ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആളാക്കി മാറ്റുക എടുക്കുന്നതാണ് വെസ്റ്റീജ് ചെയ്യുന്നതും ഈ പ്രോഡക്റ്റും അത് തന്നെയാണ് ചെയ്യുന്നത്. സോ വൈറ്റാലിറ്റി, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചൈതന്യം ഉണ്ട് അല്ലെ? ചില വ്യക്തികളെ കാണുമ്പോൾ എന്തൊരു ചൈതന്യമാണ്, അല്ലെങ്കിൽ എന്തൊരു പ്രസരിപ്പാണ്, എന്തോ ഒരു ഉണർവുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ആ ഉണർവൊക്കെ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ? നല്ല ഹെൽത്തിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഒരു ചൈതന്യം കൂടി വേണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രസരിപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നിങ്ങൾ 1 മണിക്കൂർ ഫുൾ ഇവിടെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനോടൊപ്പം തന്നെ വൈറ്റാലിറ്റിയിലേക്കും നമുക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സോ റെഡി? ഒരു സെക്കൻഡേ. ഓക്കെ, നമ്മള് എപ്പോഴും ആരോഗ്യത്തെ കുറിച്ചും ഈ ഒരു ക്ലാസ് നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യത്തെ കുറിച്ച് കണക്ട് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് പോകാൻ പറ്റൂ. നമ്മൾ എന്താണ് രോഗമില്ലാത്ത അവസ്ഥ അല്ലെ? ആരോഗ്യം എന്ന് പറയുന്നതാണ് രോഗമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സമ്പൂർണമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമുക്ക് ഒരു വെൽബീങ് അല്ലെ, എല്ലാ അർത്ഥത്തിലും മാനസികവും ശാരീരികവും സെക്ഷലിയും എന്തെല്ലാം തരത്തിൽ വേണോ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ശരിയല്ലേ? 1986 നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു ചാർട്ടർ ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനമാണ് എന്താണ്? ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ആളുകൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നേരിടുന്നു. പക്ഷേ ഓരോരുത്തരും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ അർത്ഥത്തിലും ഉയരുന്ന വ്യക്തികൾക്ക് മാത്രമേ ആരോഗ്യം എന്ന് പറയാൻ പറ്റൂ. ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ഒരു ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, നമ്മുടെ വെസ്റ്റേജ് മാനേജ്മെന്റ് ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. സമ്പത്ത് തരുന്നുണ്ട്, ആരോഗ്യം തരുന്നുണ്ട്, നമ്മളെല്ലാവരും വളർത്തി വളർത്തി വലുതാക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിവൈൻ ആയിട്ടുള്ള ഈ അവസരത്തെ ഒരിക്കൽ കൂടി നമുക്ക് വെസ്റ്റേജ് മാനേജ്മെന്റ് നന്ദി പറഞ്ഞുകൊണ്ട് സെഷൻ ഒന്നുകൂടെ നമുക്ക് സ്പീഡിൽ ആരംഭിക്കാം. ഓക്കെ, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യം, ശാരീരിക ശേഷിയൊക്കെ വളരെ സാമൂഹികപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ നമുക്ക് എന്താണ് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പൊതുജന ആരോഗ്യം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ ഒരു സങ്കടം തോന്നും അല്ലെ? അപ്പൊ നമ്മുടെ ആരോഗ്യം മാത്രം പോരാ, നമ്മുടെ അയൽവാസികള്, നമ്മുടെ സൗഹൃദ വലയത്തിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു ആരോഗ്യമുള്ള അവസ്ഥ, എവിടെ പോകുമ്പോഴും ഒരു അസുഖമുണ്ട് എന്ന് പറയാത്ത എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയിൽ അസുഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുന്ന നല്ല നല്ല പ്രോഡക്റ്റുകളാണ് വെസ്റ്റേജ് നമ്മളെ എവിടെ എത്തിക്കുന്നത്. ചിലപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ജീവിത പരിസ്ഥിതി സാഹചര്യങ്ങളിലൂടെ നമുക്ക് രോഗങ്ങൾ വരാറുണ്ട്. പല രോഗാണുക്കളിലൂടെ വരാറുണ്ട്, പരാതങ്ങൾ പോലെയുള്ളവർ വരാറുണ്ട്. പോഷകാഹാരക്കുറവ് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടാണ് പോഷകാഹാരക്കുറവ്. അതിനിവിടെ ഡിവൈൻ ആയിട്ട് നമുക്ക് വെസ്റ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പുകവലി പോലെയുള്ള പ്രശ്നങ്ങൾ, അമിത ആഹാരം കഴിച്ചുള്ള പ്രശ്നങ്ങൾ, മദ്യപാനം പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന അളവുകളിൽ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്താതിരിക്കുക. എന്റെയും നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ ഫാമിലി മെമ്പേഴ്സിന്റെ ശരീരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണ രീതികളിൽ പോഷകങ്ങൾ എത്താതിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണങ്ങൾ എത്തിച്ചേരുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? നമുക്ക് ധാരാളം ഹെൽത്ത് ചലഞ്ചസിലേക്ക് നമുക്ക് വരും. പ്രത്യേകിച്ച് വ്യായാമക്കുറവ് ഒക്കെ നമുക്ക് അസുഖത്തേക്ക് എത്തിക്കാന്നുണ്ട്. ശരിയാണോ? യെസ് ഓർ നോ? എഗ്രി ചെയ്യുന്നവരൊക്കെ യെസ് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇന്ന് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഉറക്കക്കുറവുണ്ടായിട്ടും മാനസിക പ്രശ്നങ്ങളും അമിതവണ്ണത്തിലൂടെയും എല്ലാവർക്കും ഒന്നിനൊന്ന് രോഗങ്ങൾ. നമ്മൾ പലപ്പോഴും കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഒരു മഹാമാരി വന്നു പോയി എന്നിരുന്നു. അപ്പോഴായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കാണാം, ഇനി അടുത്ത് ഇതാ വരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിന്റെ എവിടെയോ ഒരു സ്ട്രെസ് അറിയാതെ രോഗങ്ങൾ വരുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീര കോശങ്ങളുടെ ഒരു ഡീജനറേഷൻ അല്ലെ, പ്രായം വർദ്ധിക്കുക, നമുക്കും പ്രായം വർദ്ധിക്കുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കോശങ്ങൾക്കും പ്രായവർദ്ധനകൾ ഉണ്ടാവുന്നുണ്ട്. അതുമൂലവും നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ, ക്യാൻസർ പോലെ,
ഡയബറ്റിക് പ്രമേഹം പോലെ, അല്ലെങ്കിൽ ഷുഗർ പോലെ, അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെ, ധമനി അല്ലെ, നമ്മുടെ ഞരമ്പുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെ, രക്തസമ്മർദ്ദം BP പോലെ, പക്ഷാഘാതം പാർക്കിൻസൺസ് പോലെ, PCOD പോലെ, വൃക്കരോഗങ്ങൾ പോലെ, കരൾ രോഗങ്ങൾ പോലെ, അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ പോലെ, തൈറോയ്ഡ് പോലെ, വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് സമൂഹം മുഴുവൻ. അവിടെ നിന്നാണ് നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിച്ച് വെസ്റ്റീജിൽ വന്നതും. കാരണം എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല ആരോഗ്യം വേണം. അതിനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ധാരാളം അസുഖങ്ങള്, ഓരോരുത്തർക്കും എന്തെല്ലാം തരത്തില്, ഓരോരുത്തരും അവയവങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ 5 കപ്പ് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഒരു ദിവസം കഴിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും 5 കപ്പ് പച്ചക്കറികൾ പഴങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല കേട്ടോ. ഒരു 300 ഗ്രാം പയർവർഗ്ഗങ്ങളെങ്കിലും കഴിക്കണം. ഒപ്പം തന്നെ കടൽ മത്സ്യങ്ങൾ, മുട്ട കഴിക്കണം, 2 മുട്ടയെങ്കിലും കഴിക്കണം, കൊഴുപ്പ് കുറഞ്ഞ മാംസാഹാരങ്ങൾ കഴിക്കണം. ഇതെല്ലാം നമുക്ക് കഴിക്കണം. പക്ഷെ നമ്മൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ എന്താ കഴിച്ചു വെച്ചാൽ എല്ലാവരും പറയും 2 ദോശ കഴിച്ചു, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും. അതിലൊന്നും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒന്നും ലഭിക്കുന്നില്ല. ശരിയല്ലേ? ഉച്ചയ്ക്ക് എന്താ കഴിച്ച്? ചോറും കുറച്ച് മീൻകറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ പറയും. വൈകുന്നേരം ഇത് ഏതാണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലെ തന്നെ ഇതാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസോ എക്സ്ട്രാ ആയിട്ടുള്ള മിനറൽസോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 90% അസുഖങ്ങളും നമ്മളിൽ എത്തിയിരിക്കുന്നത്. അതിനാണ് നമ്മൾ ആരുടെയൊക്കെയോ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് വെസ്റ്റീജിൽ എത്തിയിരിക്കുന്നത്. കാരണം എല്ലാ ടൈപ്പ് ഹെൽത്ത് സപ്ലിമെന്റുകളും ഒരു ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷക മൂല്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് ഗുളിക രൂപത്തിൽ നിന്ന്, ഇതൊരിക്കലും ഗുളിക രൂപത്തിൽ എന്ന് പറഞ്ഞ് ഞെട്ടും പേടിക്കൊന്നും വേണ്ട. പലർക്കും അറിയാം, പുതിയ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഗുളിക രൂപത്തിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും കൊണ്ടുപോകാനും വായിലിടാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ഗുളിക രൂപത്തിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗുളിക രൂപത്തിൽ തന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ന്യൂട്രിയൻസ് ആണ്, മിനറൽസ് ആണ്, ഹെൽത്ത് സപ്ലിമെന്റ്. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടാത്ത പോഷകത്തെ ലഭിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തെ നന്നായി മെച്ചപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടാണ് എന്ത് വേണം? ഹെൽത്ത് സപ്ലിമെന്റുകൾ എടുക്കുന്നത്. അപ്പൊ വൈറ്റമിൻസ് വേണം, ധാതുക്കൾ വേണം, പ്രോട്ടീൻ വേണം, ഒമേഗ 3യുടെ റിച്ച് സോഴ്സ് ആയിട്ടുള്ള നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഒക്കെ വേണം. അങ്ങനെ ധാരാളം നാരുകൾ അല്ലെ, ഫൈബർസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? അങ്ങനെ ശരീരത്തിന് വേണ്ടതെല്ലാം നമുക്ക് ഇവിടെയുണ്ട്. അപ്പൊ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ കുറയ്ക്കുക, അമിതമായിട്ടുള്ള ആഹാരങ്ങൾ ഇതാക്കുക, വ്യായാമക്കുറവ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. കുട്ടികൾക്ക് പോലും ഇന്ന് അസുഖങ്ങൾ ധാരാളമായിട്ട് വരുന്നു. കുട്ടികളെ പോലും നമ്മൾ കളിക്കാൻ വിടുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും 1 മണിക്കൂറെങ്കിലും കുട്ടി വൈകുന്നേരം കളിച്ച് വരട്ടെ. മൊബൈൽ കൊടുത്ത് വീട്ടിലിരുത്താതെ ഒന്ന് ഓടിച്ചാടി കളിക്കാൻ വിടുക, അവരെ സൈക്ലിങ്ങിന് വിടുക, അല്ലെങ്കിൽ അവര് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വിട്ട് ഒന്ന് അവരുടെ ശാരീരിക ക്ഷമത അല്ലെ, ഫിറ്റ്നസ് ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കുട്ടികളുടെ അമിതമായിട്ടുള്ള, കുട്ടികൾക്ക് പഠിക്കാനുള്ള, നമ്മുടെ ശരീരത്തിന് നല്ല വ്യായാമങ്ങൾ, ഞരമ്പുകൾക്കൊക്കെ നല്ല ആക്റ്റീവ്നെസ് കിട്ടുമ്പോൾ കുട്ടിയുടെ ബുദ്ധിശക്തി കൂട്ടും. അപ്പൊ എന്ത് പറ്റും? കുട്ടിക്ക് നല്ല പഠന മികവ് കിട്ടും. അതിനെല്ലാം നമ്മൾ കൂടെ ശ്രദ്ധിക്കുക. റെഡിയാണോ? ആർ യു റെഡി? റെഡി ആയവരൊക്കെ ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് പലതരം പ്രശ്നങ്ങളുണ്ടോ. നമുക്ക് ഇന്ന് അടുത്തതായിട്ട് വരുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോകുന്ന ഒരു ഇതാണ് ഈ ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ ഡയബറ്റിക്കിലേക്ക് പോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് നമുക്ക് സെക്ഷലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കാതെ വരുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ജനിച്ച കുഞ്ഞുങ്ങൾക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലതരം ഹാപ്പിനെസ്, നമ്മുടെ സെക്ഷൽ ഹാപ്പിനെസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നുണ്ട്. ഗർഭധാരണങ്ങളുടെ കുറവ് വരുന്നു. ഇതെല്ലാം എവിടുന്നാ വരുന്നത്? നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ 90% പ്രശ്നത്തെ പോഷക മൂല്യങ്ങളുള്ള നമ്മുടെ സപ്ലിമെന്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ലേഡീസിനും ഇതുപോലെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലിയിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതൊരു ക്ലാസ് ആണ്. ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടു കൂടിയിട്ടാണ് ചില പോയിന്റുകളൊക്കെ അത് പർട്ടിക്കുലർ അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കും. എല്ലാവരും സദയം ക്ഷമിക്കുക. ഓക്കെ, ക്ലാസ് കേട്ടവർക്കൊക്കെ അറിയാം ഇന്ന് നമ്മുടെ പല ജെൻസ് അല്ലെങ്കിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലൂടെ വരുന്നുണ്ട്. ജെൻഡറുമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, സെക്ഷൽ ഹാപ്പിനെസ് കുറവ് വരുന്നുണ്ട്, അതിനുശേഷമുള്ള വെജനായിട്ടുള്ള ഇൻഫെക്ഷനുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഇതിനെല്ലാത്തിനും പല പല കാരണങ്ങളുണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് സപ്ലിമെന്റുകളിൽ കുറെ പ്രശ്നങ്ങളെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയവരൊക്കെ ചാറ്റ് ബോക്സിൽ വിവിധ സപ്ലിമെന്റുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും.
നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളും ഘടകങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവ പ്രവർത്തനങ്ങളെ മെച്ചപ്പെട്ട് ശാരീരികവും മാനസികവുമായിട്ട് സാമൂഹികവുമായിട്ടുള്ള സുഖവ്യവസ്ഥയിൽ ആരൊക്കെ എത്തുന്നോ അവരൊക്കെയാണ് ആരോഗ്യം എന്ന അവസ്ഥയിൽ എത്തുന്നത്. അതുവരെ ഒന്നും ആരോഗ്യമുള്ള അവസ്ഥയിലാക്കാൻ പറ്റില്ല. സോ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൂട്ടണം. നോക്കൂ, നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ കമ്പനി ധാരാളം 9 തരത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. കാരണം ഒന്നിനൊന്ന് നമ്മുടെ ക്വാളിറ്റി ഓരോ ദിവസവും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് തന്നോണ്ടേയിരിക്കുന്നുണ്ട്. യെസ് ഓർ നോ? അപ്പൊ നമുക്ക് വെൽനസിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറയുന്ന ആരോഗ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ക്വാളിറ്റിയും ഇവിടെ തരുന്നു. നന്നായി സംസാരിക്കാൻ കഴിവ് തരുന്നു, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, അങ്ങനെ വിവിധ തരത്തിൽ നമ്മളെ ഉയർത്തി 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 കൊണ്ടുപോകുന്നു. നല്ല ആരോഗ്യം നിലനിർത്താനുള്ള ചില രഹസ്യങ്ങൾ നമുക്കിവിടെ പറയാം. ആരോഗ്യ സമ്പത്താണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ചു പേർക്ക് മാത്രമേ ആരോഗ്യം ഉണ്ടാവുന്നുള്ളൂ, അല്ലെ? അപ്പോ നിയന്ത്രിത ഭക്ഷണം വിവേകത്തോടെ ഉപയോഗിക്കുക. നല്ല ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വിവേകത്തോടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇന്ധനം കൊടുക്കുക. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്വഭാവം. നമ്മൾ വളരെ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു ഭക്ഷണം 500 ലിങ്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമുക്ക് യൂട്യൂബ് ലിങ്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സെക്കൻഡ് DLCP ഗ്രൂപ്പുകളിൽ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സലീന, ഓക്കെ, സലീന മേഡം മറ്റ് DLCP ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും സമീകൃത ആഹാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദഹന വ്യവസ്ഥയെ പിന്തുണയ്ക്കാനും ഒക്കെ നമ്മൾ ഇതൊക്കെ കേട്ട കാര്യങ്ങളാണ്. പക്ഷെ നോക്കൂ, ഇവിടെ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇനി വരുന്ന എല്ലാ വസ്തുക്കളും രോഗങ്ങൾ കൂടി വരുന്നു. ധാന്യങ്ങൾ, തവിട് കളയാത്ത അരികൾ, നമ്മളെ ഭാഗ്യം വരട്ടോ, നമുക്ക് ബ്രാൻ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റ്സും ഇവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് പ്രോട്ടീനുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എല്ലാം നമ്മുടെ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള എണ്ണകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒലിവ് ഓയിലൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താം. ഒരു ചെറിയ ശതമാനം, ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തെ എല്ലാവരുടെയും മാറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പൊ പതിവ് വ്യായാമങ്ങൾ നമ്മൾ എന്നും പറയാറുണ്ട്. പതിവ് വ്യായാമങ്ങൾ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ശാരീരിക ക്ഷമയുടെ താക്കോൽ എന്താണ്? പതിവ് വ്യായാമം നമ്മൾ ചെയ്യുക. നമ്മുടെ താക്കോൽ അല്ലെ, നമ്മുടെ ആക്റ്റീവ്നെസ് ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ, ഒന്ന് ഓടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ചാടി വന്നിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ കൈകാലുകളെ ശക്തമായി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഒരു ശാരീരിക ക്ഷമത കൂട്ടും. അപ്പൊ അതിന് താക്കോലാണ്. ആ താക്കോല് നമ്മൾ ദിവസവും യൂസ് ചെയ്യണം. റെഡി അല്ലേ? എക്സസൈസ് നമ്മൾ ചെയ്യണം. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ പ്രിയപ്പെട്ട 40 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരും നിങ്ങളുടെ BP, ഷുഗർ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാമോഗ്രാഫി പോലെയുള്ള ടെസ്റ്റുകൾക്ക് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. യൂട്രസിന് എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ടെസ്റ്റുകൾ എന്തെങ്കിലും ഒന്നുമില്ല എന്നല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് തൊട്ടിട്ട് നിങ്ങൾ എപ്പോഴും ഒരു റാൻഡം ടെസ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ച് അറിയാൻ പറ്റും. നോക്കൂ, ഇരുമ്പ് അല്ലെങ്കിൽ അയണിന്റെ കുറവ് കൊണ്ട് ഇന്ന് ധാരാളം പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അനീമിയ രോഗങ്ങൾ വന്നിട്ടുണ്ട്, വിളർച്ച വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹരിക്കാൻ നമ്മളിലൂടെ വെസ്റ്റേജിലൂടെ നമുക്ക് പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ട്രാക്ക് അല്ലെ എവിടെയും തെറ്റാതെ അതിന്റെ സിഗ്നലുകളൊക്കെ കറക്റ്റ് ആക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. ഭാരം മാറ്റമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഭാരം, ഒബിസിറ്റി, അമിതവണ്ണം വരുന്നുണ്ടെങ്കിൽ ഇത് പറ്റും. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ നമുക്ക് വെൽനസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഷെയ്ക്ക് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എനർജി ലെവലുകൾ കൂട്ടണമെങ്കിൽ എനർജിയുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളൊക്കെ നമുക്കുണ്ട്. വേദനയും അസ്വസ്ഥതയും ഉണ്ടാവണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ലീഡേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് നിസ്സാരമാണെന്ന പ്രശ്നങ്ങളെ പോലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് സപ്ലിമെന്റിലൂടെ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മള് ആരോഗ്യത്തെ, പ്രധാനമായിട്ടും ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇനിയാണ് ആ സ്ക്രീനിൽ കാണാൻ പറ്റും ആന്റി ഓക്സിഡന്റ്. ഈ ആന്റി ഓക്സിഡന്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നോക്കൂ, നമ്മളൊരു ആപ്പിൾ മുറിച്ച് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പഴം തോല് എടുത്തു കളഞ്ഞ് ഒന്ന് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ.
നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഉദാഹരണം പറഞ്ഞു തരണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളെ, കോശങ്ങളുടെ ഡാമേജ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റും. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, ഇന്റേണലി ഉണ്ടാവുന്ന കോശങ്ങളുടെ ഡാമേജ് നിമിഷ നേരം കൊണ്ട് തന്നെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോശങ്ങളെ നശിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ധാരാളം ആന്റി ഓക്സിഡന്റ് വേണം. ബീറ്റ കരോട്ടിൻ, ലൈക്കോപ്പിൻ, ലൂട്ടിൻ, സെലിനിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇതെല്ലാം ഒരു ആന്റി ഓക്സിഡന്റ് കാറ്റഗറിയിലാണ്. ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നും നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെ? ശരിയല്ലേ? അപ്പൊ പലതും നമ്മൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അതിലുണ്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല. നോക്കൂ, ഇന്ന് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം അല്ലെങ്കിൽ ക്യാൻസർ സെല്ലിന്റെ ഗ്രോത്ത് നമ്മൾ കൃത്യമായിട്ട് ആന്റി ഓക്സിഡന്റുകളായിട്ടുള്ള സപ്ലിമെന്റുകൾ കൃത്യമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ക്യാൻസറിനെ പോലും നമുക്ക് തടഞ്ഞ്, വന്ന ശേഷമല്ല ഞാൻ പറഞ്ഞത്, വരാതിരിക്കാൻ, എല്ലാ പ്രശ്നങ്ങളെയും വരാതിരിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആരൊക്കെ റെഡിയാണ്? നമുക്ക് ഇത്തരം ഹെൽത്ത് സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം വേണം, അല്ലെ? അപ്പൊ എന്ത് പറ്റും? നമുക്ക് അസുഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും, അസുഖങ്ങളെ അല്ലെങ്കിൽ വൈകിപ്പിക്കാൻ കഴിയും. റെഡിയല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ ഡാമേജുകളെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസുകളും ധാതുക്കളും എൻസൈമുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. സൂര്യപ്രകാശത്തിലൂടെയും നമുക്കുണ്ട്, അല്ലെ? ധാരാളം വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനും ഒക്കെ നമുക്ക് ഫ്രീ റാഡിക്കൽസിനെയൊക്കെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആന്റി ഓക്സിഡന്റ് ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പാലിലും മുട്ടയിലും കരളിലൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ഇതൊന്നും കഴിക്കണമെന്നില്ല. ബീറ്റ കരോട്ടിൻ ഉള്ളതുണ്ട്. നിറമുള്ള പഴങ്ങളിലൊക്കെ ബീറ്റ കരോട്ടിൻ ഉണ്ട്. പച്ചക്കറികളിലും ക്യാരറ്റ്, മധുരക്കിഴങ്ങിലൊക്കെ ബീറ്റ കരോട്ടിൻ, ഏറ്റവും നന്നായിട്ടുള്ളത് ബീറ്റ കരോട്ടിൻ ക്യാരറ്റിലാണ്. ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ക്യാരറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വൈറ്റമിൻ B6 നമുക്ക് ഏത്തക്ക, അല്ലെ, ഏത്തപ്പഴം, തക്കാളി, ഉരുളക്കിഴങ്ങ്, തണ്ണിമത്തനിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ന് നമുക്ക് ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് വേണം, അല്ലെ? ഒരു ചെടിയിൽ നിന്ന് വരുന്ന കായ്ഫലം, അല്ലെ, അതിന്റെ പഴങ്ങള് മണ്ണിലുണ്ടെങ്കിൽ ഒന്ന് രാസവളങ്ങളുടെ അമിത ഉപയോഗങ്ങളും മണ്ണിലെ പോഷകങ്ങളാണ് ശരിക്കും ആ പഴം അല്ലെങ്കിൽ ചെടി വലിച്ചെടുക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ വളരുന്നു. അതിന് നമ്മുടെ അഗ്രി പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താം. ഫെർട്ടിലൈസറുകളുടെ ഉപയോഗത്തെ കുറച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഗ്രി പ്രോഡക്റ്റ് ഒക്കെ നമുക്കുണ്ട്, അത് ഉപയോഗിക്കാം. സോ സസ്യ എണ്ണകള് നമുക്ക് ഉപയോഗിക്കും. എന്താണ്? ബ്രാൻ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, വളരെ നാച്ചുറൽ ആയിട്ട്. സെലീനിയം, തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണ രീതികൾ നമുക്ക് ഉപയോഗിക്കാം. കടൽ മത്സ്യത്തിൽ ധാരാളം സിങ്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മഞ്ഞൾ, ഗ്രീൻ ടീ, ഇലക്കറികൾ, മുളപ്പിച്ച ധാന്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ളതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ നമുക്ക് കിട്ടുന്നില്ല. അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ആന്റി ഓക്സിഡന്റുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ സസ്യങ്ങളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് ശരിക്കും ആന്റി ഓക്സിഡന്റ് പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലേക്ക് ആന്റി ഓക്സിഡന്റുകളുടെ പ്രവർത്തനത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. ഓക്കെ, ആന്റി ഓക്സിഡന്റുകളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ റാഡിക്കളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ധാരാളം ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ ഒരു ആരോഗ്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും അത് തടയുന്നു. അതും അല്ലെങ്കിൽ അതുമായിട്ട് വളർച്ച ഉണ്ടാവുന്ന കോശങ്ങളെ അല്ലെങ്കിൽ ആ ഭാഗത്തെ പ്രശ്നത്തെ പരിഹരിക്കാൻ ആന്റി ഓക്സിഡന്റുകൾ നമ്മളെ എന്നും മെച്ചപ്പെടുത്തുന്നു, നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ കാണാൻ പറ്റും ധാരാളം. അല്പം മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിലുകളെല്ലാം അതിലുണ്ട്. ഓക്കെ, അപ്പോ ആന്റി ഓക്സിഡന്റുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ശ്വസിക്കുന്ന പോലെ തന്നെ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമാണ്. സിങ്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓക്കെ, ഇനി പലപ്പോഴും ഓക്സിഡേറ്റീവ് സ്ട്രെസ് നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് നോക്കൂ. വാട്ട് ഈസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരു ഇതിൽ കാണാൻ പറ്റും. അതിന് വളരെ എളുപ്പത്തിൽ പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒരു ആപ്പിളിന്റെ കൂടെ പറഞ്ഞു തന്ന പോലെ തന്നെയാണ്. നോക്കൂ, ആ ഒരു സ്ക്രീൻ, അടുത്തൊരു സ്ക്രീൻ വരും, അതിൽ കാണാൻ പറ്റും. ആപ്പിളില് നല്ല ഭംഗിയുള്ള ഒരു ആപ്പിൾ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതിന് എങ്ങനെയാണ് ഓക്സിഡേറ്റീവ് ഡാമേജ് വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പുള്ള സ്ലൈഡായിരുന്നു, മാറിപ്പോയി തോന്നുന്നു. ഓക്കെ, സാരല്ല. ഓക്കെ, ഒരു ആപ്പിൾ ആണ്, സ്ക്രീൻ മാറിയതാണ്, സാരല്ല.
ഒരു ആപ്പിള് എങ്ങനെയാണ് രൂപമാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനു മുന്നില് ബാക്കിലേക്ക് പോക്കോളൂ. ബാക്ക് ഇല്ലേ? യെസ്, ഈ സ്ക്രീൻ നോക്കൂ. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഒരു ആപ്പിൾ എങ്ങനെയാണോ ചീത്തയാവുന്നത് അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നത്, ഇതുപോലെയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ വൈറ്റാലിറ്റി, നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രസരിപ്പ്, ഊർജ്ജസ്വലത അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യനെ ഒന്ന് കാണുന്ന സമയത്ത് യെസ് ഷീസ് ആക്റ്റീവ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എപ്പോഴും നല്ല പ്രസരിപ്പാണ്, അതാ ഷാജി സാർ എന്നും പ്രസരിപ്പിലാണ്, കൃഷ്ണ സാറ് അടിപൊളി ആക്റ്റീവ് ആണ്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളായാൽ പോലും എന്തോ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത് എന്നതില്ലേ. അപ്പൊ വൈറ്റാലിറ്റിയും ഹെൽത്തും തമ്മിൽ നല്ല കണക്ഷൻസ് ആണ്, വളരെ ക്ലോസ്ഡ് ആണ്. ഹെൽത്ത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ വൈറ്റാലിറ്റി ഇല്ല. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് രണ്ടും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഹെൽത്തും വൈറ്റാലിറ്റിയും. ഓക്കെ, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു അൺലോക്കിംഗ് ചെയ്യാൻ പോകണം. നമ്മുടെ ആരോഗ്യത്തെ, ഓപ്റ്റിമൽ ഹെൽത്തിനെ നമ്മൾ ഒന്ന് അൺലോക്ക് ചെയ്ത് വളരെ ഫ്രീ ആക്കാൻ പോകണം. ഓക്കെ, ഇനി നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള വൈറ്റാലിറ്റി നമ്മുടെ പ്രോഡക്റ്റിനുണ്ട്. വൈറ്റൽ കോംപ്ലക്സ് എന്ന ഡിവൈൻ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള, തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള, വളരെ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആണ്, ആയുർവേദിക് ആണ്. നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റുകളെ കുറിച്ച് വരുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ ശരീരത്തിലെ എനർജി, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അതാണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള വൈറ്റാലിറ്റി. ഒരാളുടെ മൂവ്മെന്റ്, എഴുന്നേക്കാൻ വയ്യ, അയ്യോ പിടിച്ചെഴുന്നേൽക്കുക, എനിക്ക് വയ്യ, ഈ അവസ്ഥയൊക്കെ എന്താണ്? ഫിസിക്കൽ വൈറ്റാലിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. ഇനി മെന്റൽ വൈറ്റാലിറ്റി എന്താണ്? നമുക്ക് ചിന്തിക്കുന്ന, ഫോക്കസ് പോവുക, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് യെസ് ഒരു ടീം മീറ്റ് ഉണ്ട്, അതും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇതിനൊക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നു, ഇമോഷണൽ ആയിട്ട് ഇന്റലിജൻസ് ആയിട്ട് ചിന്തിക്കാനൊക്കെ വൈറ്റാലിറ്റി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ബാലൻസ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും, സെൽഫായിട്ട് അവയർനെസ് നമുക്ക് കിട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് ശ്രദ്ധ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ സ്പിരിച്വൽ ആയിട്ട് പോലും നമുക്ക് എന്ത് പറ്റും? മാറ്റങ്ങളിലേക്ക് എത്താൻ എന്ത് പറ്റും? ഹെൽത്തിനോടൊപ്പം തന്നെ വൈറ്റാലിറ്റി എന്ന നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഒരു ഘടകത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഏതാണ്ട് ഒരു കുറച്ച് പോർഷൻ നമ്മുടെ ഹ്യൂമൻ ഓർഗൻസ് അല്ലെ, അതില് എങ്ങനെയാണ് വൈറ്റാലിറ്റി സഹായിക്കുന്നത് നോക്കാം. ഹാർട്ട് എങ്ങനെയാണ്? കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള എഫിഷ്യൻസി നന്നായി കൂട്ടുന്നു, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു. ലങ്സ്, നമ്മുടെ ലങ്സ് ശ്വാസകോശം, അവിടെ ഉണ്ടാകുന്ന റെസ്പിറേറ്റീവ് പ്രശ്നത്തെ, ഓക്സിജന്റെ കപ്പാസിറ്റിനെ കൃത്യമായ അളവിൽ കൊണ്ടുപോകുന്നു. ലിവറിൽ എന്താ പണി? ഡീറ്റോക്സിഫിക്കേഷൻ. ആ ഡീറ്റോക്സിഫിക്കേഷനും അവിടെയുള്ള പ്രശ്നം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. മെറ്റബോളിസത്തെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഡീറ്റോക്സിഫിക്കേഷൻ ശരീരത്തിലുണ്ടാവുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാൻ പറ്റുന്നു. കിഡ്നിയിൽ എന്താണ്? കിഡ്നിയിൽ ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. അവിടെ ഉണ്ടാവുന്നതാണ് ടോക്സിനുകളെ, അതും ബിൽഡപ്പ് ചെയ്ത് പുറത്തോട്ട് കളയാൻ ശ്രമിക്കുന്നു. ബ്രെയിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫംഗ്ഷനും മെമ്മറിയും ഓർമ്മകളും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന വൈറ്റാലിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കുന്നു. ഇനി ബോൺസ്, എല്ലുകളിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മുടെ എല്ല് പൊട്ടാതെ അതിനെ ശരിയായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ മസിൽസ്, എന്താണ്? മസിലിന് സ്ട്രെങ്ത് വരുന്നു, ഫ്ലെക്സിബിലിറ്റി വരുന്നു. ഇത് കൂടാതെ ബോൺസിന് ഓസ്റ്റിയോപൊറോസ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ ഒരു 45 മെനോപോസിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ പെട്ടെന്ന് അസ്ഥി പൊട്ടുന്നു, എല്ലൊടിയുന്നു എന്നൊക്കെ, അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുന്നു. സ്കിൻ, നല്ല ഇംപ്രൂവ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഉള്ള സ്കിൻ ഉണ്ടാവുന്നു, നല്ല ഗ്ലാമർ ആയിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരിമാരും സുന്ദരമായിട്ടുള്ള സ്കിൻ ഉണ്ടാക്കാൻ എന്തൊക്കെ കഴിയുന്നുണ്ട്? മുടി അല്ലെ, ധാരാളം മുടിയുടെ കൊഴിച്ചിൽ, ഹെയർ ലോസിന് പരിഹരിക്കാനൊക്കെ വൈറ്റാലിറ്റി സഹായിക്കുന്നുണ്ട്. നഖത്തിന്റെ വളർച്ച, നമ്മുടെ ഡൈജഷൻ, ദഹന പ്രക്രിയ, ഇമ്മ്യൂണിറ്റിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ എന്തിനു കഴിയുന്നുണ്ട്? എനർജി ലെവലിന് ഈ വൈറ്റാലിറ്റി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഓർഗൻസിനെ എൻഹാൻസ് ചെയ്യാൻ വൈറ്റാലിറ്റി എന്ന് കഴിയുന്നുണ്ട്. വൈറ്റാലിറ്റിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, എടുത്തു വെച്ചോളൂ, ഞാൻ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ ഹെൽത്ത് സപ്ലിമെന്റുകളുടെ കഴിക്കേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെല്ലിന്റെ ആവശ്യമായിട്ടുള്ള അയൺ സപ്ലിമെന്റുകളും, അതുപോലെ വൈറ്റമിൻ B12, അതുപോലെ ഫോളിക് ആസിഡും വൈറ്റമിൻ സിയും എല്ലാം, അതുപോലെ വൈറ്റമിൻ സി, സിങ്ക് സൾഫേറ്റ്, ഇവിടെ എല്ലാം നമ്മുടെ മുന്നിൽ എന്താണ്? നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ
DLCPകളില് നമ്മളെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നോ, നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്ത് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നോ, എങ്ങനെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുമോ, അതിനാവശ്യമായിട്ടുള്ള വൈറ്റാലിറ്റി ഉള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെല്ലാവരും കൈവെള്ളയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നത് മാത്രമേ നമ്മുടെ ഉള്ളൂ. റെഡിയാണോ? വൈറ്റമിൻ കെയും ഫോളിക് ആസിഡും ഒക്കെ മൾട്ടിവിറ്റമിൻസ് നമ്മുടെ മുന്നിലുണ്ട്. ജനറൽ ആയിട്ട് ബ്ലഡ് ഹെൽത്തിനൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ എന്ത് പറ്റുന്നുണ്ട്? മൾട്ടിവിറ്റമിൻസ്. പ്രോബയോട്ടിക്സും നമ്മളെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കോൺസൺ ക്യൂട്ടൻ, അതുപോലെ നമുക്ക് സെൽസിനെയൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യൂട്ടൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മളെ റിച്ച് ആക്കി എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഫിസിക്കൽ ഹെൽത്തിനെ ബാലൻസ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന വൈറ്റാലിറ്റിയിലെ എനർജി ലെവൽ കൂട്ടാനും, ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനും, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും, കാർഡിയോ ഹെയർ കൂട്ടാനും, റെസ്പിറേറ്റീവ് ഹെൽത്ത് കൂട്ടാനും എല്ലാത്തിനും വൈറ്റാലിറ്റിയുടെ ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ആ പോയിന്റിലേക്ക് വീണ്ടും പോകുന്നില്ല, കുറെ പോയിന്റ് അതിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റില് എന്താണ് ഇൻഗ്രീഡിയൻസ്, അത് എങ്ങനെയെല്ലാം നമ്മളെ സഹായിക്കുന്നു? ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 10 പേരെടുത്ത് ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ 10 ടൈപ്പില് ബിരിയാണി ഉണ്ടാക്കി തരും. ഒരേ അരി, ഒരേ അളവില്, എല്ലാം ഒരേ ബ്രാൻഡ് കൊടുത്താൽ എല്ലാം ഒരേ അളവില്. പക്ഷെ 10 ബിരിയാണിയും 10 ടൈപ്പ് ആയിരിക്കും, അതോ എല്ലാ ബിരിയാണിയും ഒരേപോലെ ഇരിക്കുമോ? 10 ബിരിയാണിയും 10 ടൈപ്പ് ആയിരിക്കുമോ, അതോ വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഡിഫറെന്റ് ആയിരിക്കും. മുഹമ്മദ് അനീഫ് സാർ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് ആയിരിക്കും. 10ഉം 10 ടൈപ്പ് ആയിരിക്കും. യെസ്, വെരി ഗുഡ് സോജു സാർ. ഓക്കെ, താങ്ക് യു. 10ഉം 10 ഒരേപോലെ ആവില്ല എന്തായാലും. ഓക്കെ, ഡിഫറെന്റ് ആയിരിക്കും. യെസ്, ഇതുപോലെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം ആ ഒരു റേഷ്യോയില്, ആ ഒരു കോമ്പിനേഷനിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടുന്നു. ഇനി അമ്ല, ഇതിലടങ്ങിയിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് അമ്ല. നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഏതാണ്ട് 180 mg വരെയൊക്കെ നമുക്ക് അമ്ലയുടെ ആവശ്യകതയുണ്ട്. പക്ഷെ ഇല്ല. എന്താണ്? ഹൈ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഇതിലുണ്ട്, ഫ്ലാവനോയിഡ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഈ നെല്ലിക്ക വൈറ്റമിൻ B1-ന്റെയും B2-ന്റെയും B3-യുടെയും B5-ന്റെയും B6-ന്റെയും ഇയുടെയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ അമ്ല എന്ന പ്രോഡക്റ്റിന് കഴിയുന്നുണ്ട്. സെൽസ്, നമ്മുടെ ശരീരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, സെൽസിന്റെ ഡാമേജിനെ ഇല്ലാതാക്കാൻ, ആന്റി ഏജിങ് തടയാൻ ആർക്ക് പറ്റുന്നുണ്ട്? ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമുക്ക് എന്തിനു പറ്റും? അമ്ല എന്ന പ്രോഡക്റ്റിന്, അല്ലെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻസിന് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി അത് വൈറ്റാലിറ്റിനെ എങ്ങനെ സഹായിക്കുന്നത്? വൈറ്റമിൻ സിയും അയേണും എല്ലാം ഈ പ്രോപ്പർട്ടിയിൽ ഇതിൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ വൈറ്റാലിറ്റിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. മെന്റൽ ഹെൽത്ത് നേരത്തെ പറഞ്ഞു, മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനും, അതുകൂടാതെ തന്നെ നമ്മുടെ ഹെൽത്തിനെ പ്രോംപ്റ്റ് ചെയ്യാനും, സ്കിന്ന് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും, അതിന് ഇലാസ്റ്റിസിറ്റിക്ക് ഒക്കെ അമ്ല എന്ന പ്രോഡക്റ്റ് നമുക്ക് സഹായം തരുന്നു. ഇനി ഇത് കൂടാതെ തന്നെയാണ് മുടി, അല്ലെ, തലമുടി. പലപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറയുന്നതാണ് മുടി കൊഴിച്ചിൽ, സ്കാൾപ്പ്, അല്ലെ, തലയോട്ടിക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഇതിലെ അമ്ലയിലൂടെ നമുക്ക് കിട്ടും. നോക്കാം. വൈറ്റമിൻ സി ഇതിൽ ധാരാളം ഉണ്ട്, മുടി കൊഴിച്ചിൽ പോകുന്നുണ്ട്. ഇനി തലയോട്ടി, അല്ലെ, സ്കാൾ, അതിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗൽ അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയ, താരൻ പോലെ പ്രശ്നങ്ങളൊക്കെ വൈറ്റാലിറ്റിയിലേക്ക് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ചൈതന്യത്തിലേക്ക് മാറ്റാൻ ഇതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ, അല്ലെ, മുടിയുടെ ടെക്സ്ചർ ഉണ്ട്. മുടിക്ക് ചില ആളുകളുടെ മുടി കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ്, ഒരു മിനുസം, അല്ലെങ്കിൽ ആ സോഫ്റ്റ് എന്നൊക്കെ കാണില്ലേ, അതിലേക്ക് നമുക്ക് ടെക്സ്ചർ ആക്കിയെടുക്കാൻ എന്തിനു പറ്റുന്നുണ്ട്? ഇതിലെ വൈറ്റമിൻ സി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നര, അല്ലെ, പെട്ടെന്ന് നരയ്ക്കുന്ന സ്വഭാവം, അതിന്
വൈറ്റമിൻ B12 ഇതില് നമ്മുടെ അമ്ലയിൽ ഉള്ളത് കൊണ്ട് തന്നെ അകാലമായിട്ടുള്ള നരകളിലേക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ഏജിലുള്ളവരായിരിക്കും മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടാവും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഇനി ഇതേ ഇതിൽ അമ്ല എങ്ങനെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യണം നോക്കാം. നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ ഇതാക്കാനും ഫൈബർ, നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഫൈബറിന് യഥാർത്ഥത്തിൽ ഒരു സഹായം കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ റെഡ്യൂസ് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ അമ്ല സഹായിക്കുന്നുണ്ട്. ഇതിലെ പൊട്ടാസ്യം മഗ്നീഷ്യമാണ് ആ BP-നെ കുറയ്ക്കാൻ സഹായിച്ചു കൊടുക്കുന്നത്. നോക്കൂ, ഒരു അമ്ലയിൽ അടങ്ങിയിരിക്കുന്ന ബെനിഫിറ്റ്സ് കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഗുണം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ചാറ്റ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യൂ. ക്ലിയർ ആണെങ്കിൽ, ഈ പോയിന്റുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ അയൺ അല്ലെ, നെല്ലിക്കയിൽ നല്ലപോലെ അയൺ ഉണ്ട്. ഈ അയണും വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ദഹനത്തെ ഈ അമ്ല സഹായിക്കുന്നത്? നമ്മുടെ ഒരു കുഞ്ഞു ടാബ്ലറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാപ്സൂൾ ആണ്, സപ്ലിമെന്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഡൈജസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്. ഫൈബറിനെ യഥാർത്ഥത്തിൽ കൊണ്ടുകൊടുക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇതാക്കാനും വാട്ടർ കണ്ടന്റ് ഫൈബറിലേക്ക് മിക്സർ ചെയ്യാനും ഒക്കെ അമ്ല സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ആരോഗ്യത്തെ, അതുപോലെ പ്രോബയോട്ടിക് അല്ലെ, കുടലിന്റെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക് ഒക്കെ അവിടെയുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അവിടെയൊക്കെ ഈ അമ്ല നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആന്റി ഏജിങ് ബെനിഫിറ്റ് അല്ലെ, പ്രായമാവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? പ്രായം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ? പ്രായം കൂട്ടാൻ ആഗ്രഹമുണ്ടോ? നോക്കട്ടെ, എത്ര പേർക്ക് പ്രായം കൂട്ടണം? പ്രായം കൂട്ടാൻ ആഗ്രഹമുണ്ടോ? പ്രായം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ? പ്രായം കൂട്ടാനുള്ളവരൊക്കെ യെസ് ടൈപ്പ് ചെയ്യൂ. നോക്കട്ടെ, പ്രായം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ. നോ ആണെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാട്ടോ. നോക്കട്ടെ, എത്ര പേർക്ക് പ്രായം കൂട്ടണ്ട? ആരും കൂട്ടണ്ട. യെസ്, ആർക്കും ഷീജ മാഡത്തിനൊന്നും ഓക്കെ കൂട്ടണ്ട അല്ലെ? റെഡി കൂട്ടുന്നില്ല. നോക്കൂ, ഇതിലടങ്ങിയിരിക്കുന്ന ഈ വൈറ്റൽ കോംപ്ലക്സിലെ അമ്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് വ്രിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അതിനെയൊക്കെ ആ ഇലാസ്റ്റിസിറ്റിനെ സ്മൂത്ത് ആക്കാനൊക്കെ ആന്റി ഏജിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ റേഡിയൻസ് അതിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. ആന്റി ഏജിങ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ അമ്ല ഈ ഒരു കോമ്പിനേഷനിലൂടെ കയറുമ്പോൾ അപ്പൊ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ, അടുത്താണ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി. അമ്ല നമ്മളെ സഹായിക്കുന്നുണ്ട്. പല കുഞ്ഞുങ്ങളും നമ്മുടെ ഒരു 12 വയസ്സുള്ള കുട്ടികളൊക്കെ അമ്ല കൊളസ്ട്രോൾ കഴിക്കുന്നവരൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് അവർ ഇമ്മ്യൂണിറ്റി കൂടുന്നു. നമ്മുടെ ഒരുപാട് ആളുകൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നത്, ശരിയല്ലേ? ഞാൻ പറഞ്ഞാൽ കൊളസ്ട്രോൾ അമ്ലയും കഴിച്ച ധാരാളം പേർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ നന്നായി സ്കൂളിൽ പോകുന്നതും രോഗപ്രതിരോധം കിട്ടിയവരൊക്കെ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യൂ. സപ്പോർട്ട്, നമുക്ക് ആന്റിബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി സഹായിക്കുന്നത്, അതായത് അമ്ല സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പലതരം ഇൻഫെക്ഷൻ നമുക്ക് വരാറുണ്ട്, ഇതിനെ കുറയ്ക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. അങ്ങനെ ക്യാൻസർ പ്രിവെന്റേഷൻ തൊട്ട് അങ്ങനെ ധാരാളം നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു ക്ലാസ് കൊണ്ട് തീരാത്തത്രയും അമ്ല നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് വരുന്നത്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് നോക്കട്ടെ, ഏതാ വന്നിരിക്കുന്നത്? ഓക്കെ, അങ്കുർ, ഗ്രേപ്സ്. ഒരു മിനിറ്റ്, ഗ്രേപ്പ്, മുന്തിരി അല്ലെ. മുന്തിരി, ഇതിനും ഒരു ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉണ്ട്. ഹയർ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് റിച്ച് സോഴ്സ് ആയിട്ട് നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും, ഫ്രീ റാഡിക്കൽ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഗ്രേപ്സിൽ അല്ലെങ്കിൽ മുന്തിരി, അങ്കൂറിൽ അടങ്ങിയിട്ടുണ്ട്. സെൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വളരെ മികച്ച ഒരു ജോലി ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രേപ്സ്, മുന്തിരി ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് പോകണമെങ്കിൽ ഹാർട്ടിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഗ്രേപ്പിന് വളരെ സഹായമുണ്ട്. ക്യാൻസർ പ്രിവെന്റേഷന് ആർക്ക് കഴിയുന്നുണ്ട്? ട്യൂമറിന്റെ സൈസ് അല്ലെ, സൈസ് റെഡ്യൂസ് ചെയ്യാൻ ഗ്രേപ്സിന് കഴിയുന്നുണ്ട്. അങ്ങനെ ഇനി ബ്രെയിൻ ഹെൽത്തിലേക്ക് പോകുമ്പോഴും അവിടെ ഉണ്ടാവുന്ന, നമ്മുടെ ബ്രെയിനകത്തുണ്ടാവുന്ന ഡാമേജുകളെ പരിഹരിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഗ്രേപ്സിന് കഴിയുന്നുണ്ട്. കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, കണ്ണിന്റെ വിഷൻ, കാഴ്ച അല്ലെ, അതിന് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മാക്കുല പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും ഇതിലടങ്ങുന്ന ഗ്രേപ്പ് ഈ വൈറ്റൽ കോംപ്ലക്സ് എന്ന പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റിനെയും ഡൈജഷനെയും ആന്റി ഏജിങ്ങിനെയും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തില് ഇവർ വളരെ കൂട്ടുകാരാ. ഈ അമ്ലയും ഗ്രേപ്സും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും
ഒരു യുണീക്ക് ആയിട്ട്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു കോമൺ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ, വിജയത്തിലേക്ക് വേണം അല്ലെ, ആരോഗ്യം മെച്ചപ്പെടുത്തണം, സമ്പത്ത് നേടിയെടുക്കണം, അതിനാണ് നമ്മൾ വെസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ കോമ്പിനേഷനിൽ പരസ്പരം നല്ല കൂട്ടാണ്. ഈ കൂട്ട് നമ്മളെ ഹെൽത്തിനോടൊപ്പം തന്നെ വൈറ്റാലിറ്റിയിലേക്ക് മാറ്റുന്നു, വെൽനെസ്സുമായിട്ടുള്ള ബെനിഫിറ്റ്സിലേക്ക്, എനർജി ലെവലിലേക്ക് മാറ്റാനും, മൂഡ് എൻഹാൻസ് ചെയ്യാനും, സ്ട്രെസ് റിലീഫ് ചെയ്യാനും, അതുപോലെ തന്നെ നല്ല ഉറക്കത്തെ ഇംപ്രൂവ് ചെയ്യാനും, കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഗ്രേപ്സ് അല്ലെങ്കിൽ മുന്തിരിക്ക് നമ്മളെ സഹായം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രേപ്സ്, മുന്തിരി നാച്ചുറൽ. ആദ്യത്തെ അംല, നെല്ലിക്ക, രണ്ടാമത്തത് മുന്തിരി, അതും നാച്ചുറൽ ആണ്, ശരിയല്ലേ? മൂന്നാമത്തതാണ് നമുക്ക് ഓക്കെ, ഒരു മിനിറ്റ്, ഏതാ സ്ക്രീൻ വന്നിരിക്കുന്നത്? ക്യാരറ്റ്. ഒരു മിനിറ്റ്. ക്യാരറ്റിലെ ബീറ്റാ കരോട്ടിൻ നേരത്തെ സോറി ക്യാരറ്റിലെ ബീറ്റാ കരോട്ടിൻ നമുക്ക് വളരെയധികം നേരത്തെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ ഹെൽത്തിനും നമുക്ക് സഹായിക്കുന്നുണ്ട്. നോക്കാം ക്യാരറ്റ് എങ്ങനെയാണ് നമ്മളിവിടെ സഹായിക്കുന്നത് നോക്കാം. എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ഈ ക്യാരറ്റിനുണ്ട്. ക്യാരറ്റിന് ഒരു വെജിറ്റബിൾ കാറ്റഗറിയിലാണെങ്കിലും അതിന് ധാരാളം മിനറൽസും ആന്റി ഓക്സിഡന്റുകളും എല്ലാം നമ്മളെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് വിഷൻ ഹെൽത്ത്, കാഴ്ചശക്തി കൂട്ടാൻ ഇതിന് വലിയൊരു കഴിവുണ്ട്. ആന്റി ഓക്സിഡന്റ്, ക്യാൻസർ പ്രിവെന്റേഷന് പറയുമ്പോൾ ഒരേപോലെ ഇരിക്കും, എങ്കിലും ഇതിന് ലങ് ക്യാൻസറുകളെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളെയും തടയാൻ ക്യാരറ്റിന് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരറ്റ് സഹായം ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിന് ഹെൽത്ത് ഒക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തില് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും ബ്രെയിൻ ഫങ്ഷനെ കൂട്ടാനും വൈറ്റമിൻ എ അല്ലെ, ബീറ്റാ കരോട്ടിൻ, അതിനോടൊപ്പം ഈ ഒരു കോമ്പിനേഷനിൽ ചേരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ പോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബ്ലഡിന്റെ ക്ലോട്ടിങ് അല്ലെ, ബ്ലഡ് ക്ലോട്ടിങ്, അതേപോലെ തന്നെ ബ്ലഡ് മുറിവ് വന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ എന്തിന് വൈറ്റമിൻ കെ ഇതിൽ അളവിൽ ഉണ്ട്, അതായത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ സി, അത് അല്പം മുമ്പ് പറഞ്ഞാണ്, പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് അല്പം ഇതിലുണ്ട്. ഫൈബർ, വെജിറ്റബിൾസിന്റെ കാറ്റഗറിയിലെ ഫൈബർ ഉണ്ട്, അതാണ് നമ്മുടെ ഡൈജസ്റ്റിനെയും നമ്മുടെ മോഷനെയും എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. മാഗ്നീസ് അല്പം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻസൈം ഫംഗ്ഷൻ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. എൻസൈം ഫംഗ്ഷനെ വൂണ്ട് ഹീലിംഗ്, മുറിവുകൾ ഉണക്കാൻ ബോൺ ഹെൽത്തിനും ഒക്കെ കഴിയുന്നുണ്ട്. ഫോസ്ഫറസ് എസെൻഷ്യൽ ആയിട്ടുള്ള ബോൺ ഹെൽത്തിനെയും, പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധാരാളം പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്നത്, ഈ പ്രോട്ടീനിന്റെ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി ബീറ്റാ കരോട്ടിനും ആൽഫ കരോട്ടിനും സെക്സ്റ്റൈനും ഒക്കെ ഇതിൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ എനർജിയെയും മെന്റൽ ഹെൽത്തിനെയും അതുപോലെ നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസിനെയും ഇമ്മ്യൂണിറ്റിനെയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അടുത്തതാണ് ക്യാരറ്റ്. ക്യാരറ്റ് നമുക്ക് നാച്ചുറൽ അല്ലേ, ഏതൊരാൾക്കും. ഇതെല്ലാം ഗുളിക രൂപത്തിലാക്കി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ഗുളികയിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നിരിക്കുന്നു. അപ്പൊ ഈ മൂന്നും നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. ധൈര്യമായിട്ട് നമ്മൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഇതിലെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് കഴിക്കാം. ഇനിയാണ് യാസ്, അടുത്ത സ്ക്രീൻ ഒന്ന് വരൂ. ഏതാ സ്ക്രീൻ വന്നിരിക്കുന്നത്? ചായ അല്ലേ, ടീ. നമ്മുടെ ടീ നമ്മളെ, ടീക്കും ഇതുപോലെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ കറ്റാച്ചിൻ ധാരാളം അടങ്ങിയത് കൊണ്ട് എന്താണ്, നമുക്ക് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ ഡൈജഷനെയും മൂഡ് സ്വിങ് ചെയ്യുന്നതിനെ മാറ്റിയെടുക്കാനും എല്ലാം ഇതിലെ ആന്റി ഓക്സിഡന്റ് ധാരാളം ചായയിലുണ്ട്. ഏതാണ്ട് സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഡീപ്പായിട്ട് പറയാറുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലെവല് നോക്കൂ. നമ്മുടെ ചായ അല്ലെ, സെറ്റ സ്പെഷ്യൽ ടീ ഒക്കെ ഒന്ന് കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ആന്റി ഓക്സിഡന്റുകളുടെ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റ് ആക്കി പെട്ടെന്ന് തന്നെ നമ്മൾ മൂഡ് റീഫ്രഷ് ആവാൻ പറ്റുന്നുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ചായ, തേയിലയുടെ ഘടകം നമ്മളെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ എനർജീനെ ബൂസ്റ്റ് ചെയ്യാനും മറ്റെല്ലാം നേരത്തെ പറഞ്ഞ പോലുള്ള ഫംഗ്ഷനുകളൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ചായ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്, ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് കഴിക്കാലോ. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്?
എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വരികയാണ്. ശരിയല്ലേ? ഇനി എന്താണ് അടുത്തതിലേക്ക് നമ്മൾ പോകണം. ചായയുടെ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ റിച്ച് ആയിട്ടുള്ള കെറ്റാച്ചിൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ് സ്ക്രീനിൽ? ദസ്പതി. ഒരു മിനിറ്റ്, ഇതൊരു ആയുർവേദിക് നാച്ചുറൽ കോമ്പോസിഷൻ ആണ് കേട്ടോ. ആയുർവേദിക് കോമ്പോസിഷൻ ആണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും നമ്മൾ ഈ ദസ്പതി സഹായിക്കുന്നുണ്ട്. ഇതൊരു നമ്മുടെ ആന്റി ഓക്സിഡന്റ് ന്യൂട്രലൈസ് ചെയ്യാനും ഫ്രീ റാഡിക്കൽ പ്രശ്നങ്ങളെയൊക്കെ ഇതാക്കാനും എല്ലാം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്ത കൂട്ടുകൾ ചേരുന്നതാണ് ഇത് വരുന്നത്. ഓക്കെ, എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ ആന്റി ബാക്ടീരിയൽ ഫംഗ്ഷൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിന്റെ കണ്ടീഷൻ കൂട്ടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മുറിവുകൾ ഉണക്കാനൊക്കെ ഇതിനും സഹായം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ദസ്പതിക്ക് കഴിയുന്നുണ്ട്. തികച്ചും നാച്ചുറൽ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് പോണ് മെരിഗോൾഡ് അല്ലെ? അടുത്ത സ്ക്രീനിൽ മെരിഗോൾഡ്. യെസ്, ചെണ്ടുമല്ലിപ്പൂ. നമ്മുടെ മുറ്റത്ത് കാണുന്ന ചെണ്ടുമല്ലിപ്പൂ കൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു. ചെണ്ടുമല്ലിപ്പൂ ശരിക്കും ഒരു ഹെർബാണ്. ഈ ഹെർബ് നമ്മുടെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഓണത്തിന് പൂവിട്ട് ചവിട്ടിക്കളയുന്നു, അല്ലെങ്കിൽ ദൂരെ കളയുന്നു. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന മനോഹരമായി നിൽക്കുന്ന ചെണ്ടുമല്ലിക്കും ഈ ഒരു കോമ്പിനേഷനിൽ വൈറ്റൽ കോംപ്ലക്സിന്റെ ക്യാപ്സൂൾ രൂപത്തിലേക്ക് വരുമ്പോൾ സ്കിൻ ഹെൽത്തിലേക്കും ആന്റി ഇൻഫ്ലമേഷൻ ആയിട്ടും ആന്റി ഓക്സിഡന്റ് ആയിട്ടും ആന്റി മൈക്രോബിയൽ ആയിട്ടും ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും മെൻസ്ട്രൽ ആയിട്ടുള്ള റിലീഫ് അല്ലെ? മെൻസ്ട്രൽ പാർട്ട് വരുന്ന സമയത്ത്, പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു റിലീഫ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലെ? അത്തരം സഹോദരിമാർക്കൊക്കെ ഈ റിലീഫിന് വേണ്ടിയിട്ട് മെൻസ്ട്രൽ ക്രാംസ് അല്ലെങ്കിൽ ബോൾട്ടിക് മൂഡ് സ്വിംഗ്, ഇതിനൊക്കെ ഈ ഒരു ചെണ്ടുമല്ലിപ്പൂവിന്റെ അടങ്ങിയിരിക്കുന്ന ഈ കോമ്പിനേഷനിൽ ഉണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ പറ്റുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് വൈറ്റാലിറ്റിയും വെൽനെസ്സുമായിട്ട് ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ എനർജിനെ, ഫിസിക്കൽ എനർജിനെയും മെന്റൽ എനർജിനെയും സ്ട്രെസ് റിലീഫ് ആക്കാനും നമ്മുടെ ആങ്സൈറ്റിനെ അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്തുകൊണ്ട് ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് എത്തിക്കാനും നമ്മുടെ വൈറ്റാലിറ്റി, നമ്മുടെ ചൈതന്യം കൂട്ടാൻ ചെണ്ടുമല്ലിക്ക് കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെടുക്കുക, നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്രഷനെ തടയാൻ ചെണ്ടുമല്ലി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ചെണ്ടുമല്ലിയിൽ അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ക്യാപ്സൂളിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കോമ്പിനേഷൻ ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ഇനി എങ്ങനെയാണ് നമ്മുടെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ഫാമിലി ലൈഫുകളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നോക്കാം. ആന്റി ഓക്സിഡന്റുകളൊക്കെ നമ്മളിപ്പോ എന്തായാലും ഈ പ്രോഡക്റ്റ് ഇതുവരെ ഉപയോഗിച്ചവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. ഉപയോഗിച്ചവരൊക്കെ ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. ഉപയോഗിച്ചവര് ചാറ്റ് ബോക്സിൽ യു. സുബൈദ മാഡം കൊച്ചിൻ. ഓക്കെ, താങ്ക് യു മാഡം. പ്രീതി മാഡം, മുഹമ്മദ് കുട്ടി സാറ്. ഓക്കെ, ഇനി ആർക്കൊക്കെ ഈ പ്രോഡക്റ്റ് ഇതുവരെയും മനസ്സിലായില്ല, ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു പ്രോഡക്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആരൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നവരൊക്കെ, താല്പര്യമുള്ളവരൊക്കെ പി എന്ന് ടൈപ്പ് ചെയ്യൂ. ഇതുവരെ വാങ്ങിയിട്ടില്ല, സാരമില്ല, നമ്മുടെ DLCPകളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി വാങ്ങാൻ തയ്യാറൊക്കെ പി എന്ന് ടൈപ്പ് ചെയ്യൂ, പർച്ചേസ്. ഓക്കെ, അർച്ചന മാഡം റെഡിയാണ്. ഐഷ മാഡം റെഡിയാണ്. ഓക്കെ, രേഖ മാഡം റെഡിയാണ്. ഓക്കെ, സൂപ്പർ. ഓ, ധാരാളം പേരുണ്ട് കണ്ടോ. ഇപ്പൊ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടുമ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വൈറ്റൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ എങ്ങനെ നമ്മുടെ മെൻസ് ആൻഡ് വുമൻസിന്റെ ഹെൽത്തും സെക്ഷൽ ഹാപ്പിനെസ്സും ഫിസിക്കൽ അപ്പിയറൻസിനും എങ്ങനെ പ്രാധാന്യം കൊടുക്കണം നോക്കാം. നമ്മുടെ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഉണർവുകളെ ബൂസ്റ്റ് ചെയ്യാൻ, സെക്സ് ഡ്രൈവ് ചെയ്യാൻ ഈ കോമ്പിനേഷൻ വൈറ്റൽ കോംപ്ലക്സിന് കഴിയുന്നുണ്ട്. നമുക്കുണ്ടാവുന്ന ഹെൽത്ത് അല്ലെ, ഒരു ആഫ്റ്റർ എല്ലാം ഒരു ഹെൽത്ത് വേണ്ടേ? ചിലത് നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഇനി ഇൻക്രീസ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്താണ്? മാതൃത്വം അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകുക. അത് നമ്മുടെ സഹോദരനാവാം, സഹോദരിയാവാം, ആർക്കും ആവാം. അപ്പൊ അവർക്ക് ഫെർട്ടിലിറ്റി, അതിന്റെ സ്പേം കൗണ്ടും ക്വാളിറ്റിയും കൂട്ടാൻ
ഒക്കെ ആർക്ക് പറ്റുന്നുണ്ട്? വൈറ്റൽ കോംപ്ലക്സിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെനോപോസിന്റെ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ ഇതിന് ഹോട്ട് ഫ്ലാഷ് പോലെയുള്ള നൈറ്റ് സെപ്റ്റ്, ധാരാളം വിയർക്കുന്ന, രാത്രിയാണെങ്കിൽ പോലും പകലാണെങ്കിൽ പോലും ആഫ്റ്റർ യുവർ ഹാപ്പിനെസ്, അതിനുശേഷം ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള വിയർപ്പുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരാണോ ഉപയോഗിക്കുന്നത് അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ ഈ ഒരു കോമ്പിനേഷനോട് പ്രോഡക്റ്റിന് ഉണ്ട്. ഇനി അടുത്താണ് ഇംപ്രൂവ് വെജൈനൽ ലൂബ്രിക്കേഷൻ. ഇതിന് എന്ത് പറ്റുന്നുണ്ട്? ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സെക്ഷൽ പ്ലഷർ ഹാപ്പിനെസ്സിലേക്ക് മാറ്റാൻ ഈ കോമ്പിനേഷനിലൂടെ പോകുമ്പോൾ വൈറ്റൽ അല്ലെ, നമ്മുടെ ഓജസ്സും തേജസ്സും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് എത്തിക്കാൻ നമ്മൾ ഡീഫങ്ഷൻ ആവുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ, കാരണം എന്താ, നമ്മുടെ ബ്ലഡിന്റെ ഇംപ്രൂവ് ലെവൽ അല്ലെ, ബ്ലഡിന്റെ ഫ്ലോ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കോശങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആന്റി ഓക്സിഡന്റുകൾ ഫുള്ളായി നമുക്ക് കിട്ടുന്നുണ്ട്, ശരിയായ അളവിൽ ശരിയായ രീതിയിൽ കിട്ടും. എന്ത് പറ്റും? നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറയുന്നു, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവുന്നു, നമ്മുടെ മറ്റ് ഫങ്ഷനുകളൊക്കെ കറക്റ്റ് ആവും നടക്കുന്നു. ഇനി നമ്മുടെ സഹോദരന്മാർക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവലുകൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ ഈ കോമ്പിനേഷൻ വൈറ്റലിലും സഹായം ചെയ്യുന്നുണ്ട്. ഫെർട്ടിലിറ്റിയുടെ പ്രിവെൻഷൻ അല്ലെ, അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഗിന്റെയോ അല്ലെങ്കിൽ സ്പേമിന്റെയോ എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജുകളൊന്നും ഇല്ലാതാക്കാൻ വൈറ്റൽ കോംപ്ലക്സ് സഹായം ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ട് നമ്മുടെ കാണാൻ അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവൊക്കെ നന്നായി കാണും, ഗ്ലോ അല്ലെ, അവർ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഗ്ലോ, ആ ഗ്ലോയിനും ഒക്കെ വൈറ്റൽ കോംപ്ലക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. മസിൽ സ്ട്രെങ്ത്തും വേണ്ട ഈ വക കാര്യങ്ങൾക്കൊക്കെ അതിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റൽ കോംപ്ലക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് കോൺസൺ ഒക്കെ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നമുക്ക് എനർജിയും ഫെർട്ടിലിറ്റിയും ഒക്കെ സഹായം ചെയ്യുന്ന, അതൊക്കെ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒമേഗ 3 അല്ലെ, ഒമേഗ 3യുടെ റിച്ച് സോഴ്സ് ക്രിൽ ഓയിലും അതുപോലെ അതൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാർജിനും ഉണ്ട്, നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഉയർത്തണമെങ്കിൽ അതെല്ലാം നമ്മളെ ഒന്നിനൊന്ന് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, അതിൽ ഇനിയും ധാരാളം ഉണ്ട്, എങ്കിലും ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. വളരെ ചെറിയ വിലയാണ്. MRP 895 രൂപയാണ്, DP പ്രൈസ് 765 രൂപയാണ്. 25.50 PV നമുക്കുണ്ട്. 60 ക്യാപ്സുളാണ്, ഡെയിലി 2 എണ്ണം ആഫ്റ്റർ ഫുഡ് ആണ് കഴിക്കുന്നത്, രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് സമയം നോക്കിയിട്ട് കഴിക്കാം. ഇത് ഫുള്ളി വെജിറ്റേറിയൻ ആണ്, ഫുള്ളി ആയുർവേദിക് ആണ്. ഇതിലടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക, മുന്തിരി, ചായ, ക്യാരറ്റ്, ദസ്പതി, മാരിഗോൾഡ്, ഇത്തരം പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിലും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനേക്കാൾ ഉപരി ഈ ഒരു ഇൻഡസ്ട്രി നമ്മുടെ വൈറ്റാലിറ്റിനെ ഇൻഡസ്ട്രി എത്ര കണ്ട് ഇൻഡസ്ട്രി വലിപ്പമുണ്ട് നോക്കാം. ഹെൽത്ത് കെയറിന്റെ ഇൻഡസ്ട്രിയിലെ വൈറ്റാലിറ്റി, ചൈതന്യം അല്ലെ, നമ്മളെ ആക്റ്റീവ് ആക്കി എടുക്കുന്ന, ഉണർത്തിയെടുക്കുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ 2025 മുതൽ 2035 വരെയുള്ള ഒരു സ്റ്റഡി ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സിനെ തടയാൻ എന്താണ് ഒരു വലിയ ഇൻകം ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ ഈ ഒരു വൈറ്റൽ കോംപ്ലക്സിന് കഴിയുന്നുണ്ട്. കാരണം ചൈതന്യം അല്ലെ, ആക്റ്റീവ്നെസ്സിനെ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അപ്പൊ ഇന്ത്യൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു ഗ്രോത്ത് മാത്രം ഞാൻ പറഞ്ഞുതരാം. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് 5.92% കൂടും എന്ന് വെച്ചാൽ ഏതാണ്ട് $83.90 മില്യൺ 2029. പടിവാതിൽ 2024 കഴിഞ്ഞു നിൽക്കുന്നു, 25ലേക്ക് നമ്മൾ എത്തുന്നു. വെറും 4 വർഷം. ഇതാണ് നമ്മുടെ ലീഡേഴ്സ് പറയാറുള്ളത്. വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് നോക്കൂ, പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്ക് മാറുന്നു. അതായത് ഈ ഇൻഡസ്ട്രി $83.90 മില്യൺ 2029 എത്തുന്നു. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇന്ത്യ ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരതിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ, കാരണം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ആരോഗ്യമുള്ള ജനതയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഗവൺമെന്റുകളൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റുകളെ ഇനി ഗവൺമെന്റ് സെക്ടറിലും ധാരാളമായിട്ട് നമ്മളെ ഉയർത്തുന്നു. ഇനി ആയുർവേദിക് ഇൻഡസ്ട്രിയാണ് കേട്ടോ, ആയുഷാന്റെ കാറ്റഗറിയിൽ മുഴുവൻ ആയുർവേദിക്കലായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് റൈസിങ് ഡിമാൻഡ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മളെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു ഹെൽത്തിൽ തന്നെ നമുക്കൊരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ആയിട്ട് നമ്മൾ എത്തിക്കാൻ ആയുർവേദത്തിന് കഴിയുന്നുണ്ട്. ആ ഡിമാൻഡ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാത്തരം ഇനീഷ്യേറ്റീവിലും
നമ്മുടെ വളർച്ച വളരെ വലുതാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രി ഏതാണ്ട് 83.90 മില്യൺ ഡോളറിലേക്ക് മാറുമ്പോൾ അതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് ലീഡേഴ്സ് ഒക്കെ നിങ്ങളെ വിളിക്കുന്നില്ലേ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂ, ക്ലാസ് അറ്റൻഡ് ചെയ്യൂ, പ്രോഡക്റ്റ് വാങ്ങൂ, ഷെയർ ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകുന്ന ഒരു ബേബി സ്റ്റെപ്പിൽ ഇരിക്കുന്ന നമ്മളാണ് നാളത്തെ മില്യണേഴ്സ് ആവേണ്ടത്. അതിലുള്ള ഒരു അവസരമാണ് വെസ്റ്റേജും നമ്മുടെ എല്ലാ മാനേജ്മെന്റും നമ്മുടെ ലീഡേഴ്സും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വൈറ്റൽ കോംപ്ലക്സ് എന്ന അമേസിംഗ് ആയിട്ടുള്ള ചൈതന്യം തരുന്ന, പ്രസരിപ്പ് തരുന്ന, ഉണർവ് തരുന്ന ഈ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കൺസിസ്റ്റൻസി ഇനി 2-3 ദിവസവും കൂടി ഉള്ളൂ. മാക്സിമം ബില്ലിങ്ങുകളിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഉപയോഗിച്ച ശേഷം നമ്മൾ ഓരോരുത്തരും പ്രൊമോട്ട് ചെയ്യുക. കൺസിസ്റ്റൻസി ഓഫറും മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്. എല്ലാ DLCP-കളിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ സഹായിക്കും. എല്ലാ DLCP-കളും നമ്മുടെ കൂടെയുണ്ട്. എല്ലാ ലീഡേഴ്സും കൂടെയുണ്ട്. അല്ലേ? റെഡിയല്ലേ ലീഡേഴ്സ്? റെഡിയല്ലേ? DLCP റെഡിയല്ലേ? നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ, നമ്മുടെ ആരൊക്കെ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരൊക്കെ സഹായിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ലീഡേഴ്സ് റെഡിയല്ലേ? ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്, എല്ലാ ലീഡേഴ്സും നമ്മുടെ കൂടെ തന്നെയുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ബാക്ക് ടു ഷമീമ മാഡം MC. ഷമീമ മാഡം പോയോ? ഓ, നെറ്റിന്ന് പോയല്ലോ ഒരു. ഉണ്ട് സാർ, ഉണ്ട്. ഓണാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റിന്റെ അറിവാണ് അച്ഛസാരെ നമുക്ക് കേൾക്കാൻ ഇടയായത്. എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഷെയർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വ്യാഴാഴ്ച വീണ്ടും നമുക്ക് അടുത്ത പ്രൊഡക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ നേരുന്നു. എല്ലാവർക്കും സ്റ്റേജിലൂടെ കയറി സമ്പത്തും ആരോഗ്യം ഉണ്ടാവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. താങ്ക് യു. വിഷ്വൽ സൈനിങ് ഓഫ് ഷമീമ ഹനീഫ മൂവാറ്റുപുഴ.